വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ നോമ്പല്ലേ വരുന്നത്. നോമ്പിന് നമുക്ക് 30 ദിവസവും മടുപ്പില്ലാതെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഹെൽത്തി സാലഡാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ: കുക്കുംബർ വേണം, ക്യാരറ്റ് വേണം, തക്കാളി വേണം, സവാള വേണം, ഒരു നാരങ്ങ വേണം. പിന്നെ ഞാൻ ഇത് കുറച്ച് കടല പുഴുങ്ങിയെടുത്തത് കേട്ടോ, വേവിച്ചെടുത്തത്. അതിനകത്തോടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്താണ് ഞാൻ വേവിച്ചത്. കാര്യം നോമ്പ് മുറിച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ട്രബിളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കടല പുഴുങ്ങിയത്. ഇനി നമുക്കിതെല്ലാം കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കുനുകുനാന്ന് കട്ട് ചെയ്തെടുക്കണം, എന്നാലും നമുക്കത് കഴിക്കാൻ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു സാലഡ് നമ്മൾ ജീവിതത്തിൽ ഡെയിലി നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാകും. കാര്യം ഇതിനകത്ത് കൊളസ്ട്രോൾ ഉണ്ടാവത്തില്ല, ലോ ഫാറ്റാണ്, നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യും, പിന്നെ ഫൈബർ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ ഈ ഒരു സാലഡ് കൊണ്ട് കിട്ടുന്നുണ്ട്. കാര്യം ഇതിൽ കടലയുണ്ട്, ക്യാരറ്റ് ഉണ്ട്, കുക്കുംബർ ഉണ്ട്, സവാളയുണ്ട്, ലെമൺ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ ഒരു ദോഷവും ഉണ്ടാവുന്ന ഐറ്റംസ് ഒന്നുമല്ല കേട്ടോ. അപ്പോൾ ഡെയിലി നമ്മളിത് യൂസ് ചെയ്താൽ നല്ല ബെനിഫിറ്റ്സ് നമ്മുടെ ബോഡിക്ക് കിട്ടും. ഇതെല്ലാം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒലിവ് ഓയിൽ ചേർക്കാം, സൺഫ്ലവർ ആവാം, കോക്കനട്ട് ഓയിൽ ആവാം. അന്നേരം നമ്മൾ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ആ എണ്ണയ്ക്കകത്തൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. കാര്യം അതിൻ്റെ ഒരു പച്ച ചുവ മാറാൻ വേണ്ടി. ഇത് വെറും ഓപ്ഷനാണ് കേട്ടോ, മുളക് പൊടി ചേർക്കണം എന്ന് നിർബന്ധമില്ല. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഇത്തിരി മുളക് പൊടി അതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. അതിന് ചില ആൾക്കാർക്ക് ഇത്തിരി എരി വേണമല്ലോ, അതുകൊണ്ട് ഇത്തിരി മുളക് പൊടി ചേർക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഓയിലിനകത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന കടലയുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ചൂടോടെ കഴിക്കുമ്പോൾ ഇത്തിരി ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അന്നേരം നമ്മൾ നല്ലതായിട്ട് അരപ്പെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തായിരുന്നു കേട്ടോ. ഉപ്പ് കുറവാ, അതുകൊണ്ട് കുറച്ചും കൂടെ ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾ ഇതിനകത്തോട്ട് തട്ടിയിട്ട് കൊടുക്കാം. ക്യാരറ്റും കുക്കുംബറും സവാളയും എല്ലാം കൂടെ അരിഞ്ഞത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണിത്. ആരും ഇത് ഉണ്ടാക്കാൻ മറക്കരുത്. എല്ലാ നോമ്പും എല്ലാ ദിവസവും ഇത് ട്രൈ ചെയ്താൽ നല്ല ബെനിഫിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത്, ഇത് ചെയ്ത് നോക്കണം കേട്ടോ. ഒരുപാട് ഗുണമുള്ളതാണ് കേട്ടോ. കുറച്ച് ലെമണും കൂടെ നമുക്ക് അതിനകത്തോട്ട് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റുമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. കുട്ടികൾക്ക് മുതിർന്നവർക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാലഡാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ബൈ.